വിവാഹത്തിന് ശേഷം ഒരുമിച്ച് ജീവിക്കുമ്പോഴും സിംഗിളായിട്ട് ജീവിച്ച് തീർക്കേണ്ട ഒരു സ്ഥിതി ഇവിടെ പല ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും, പല പാർട്ട്നേഴ്സിൻ്റെ ഉള്ളിലും. കാരണം വെച്ചാൽ ആ വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് ഉള്ള ആളുകളാണ് ഇവരൊന്നായിട്ടുണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ ആ ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ ഒരു ചെറിയൊരു ടൈം പീരീഡ് കഴിയുമ്പോൾ തന്നെ അത് മാറും. ഇവരുടെ സ്വഭാവത്തിനനുസരിച്ച് ഇവരുടെ വാല്യൂസും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്, അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ അവരുടെ നിന്നൊരു ഇൻറ്റിമസി ഒക്കെ കുറയുന്നു. കൂടുതൽ സംസാരിക്കില്ല, അധികം കാര്യങ്ങൾ പറയില്ല, അവരോടുള്ള അറ്റാച്ച്മെൻറ്റ് വളരെ കുറയും. അപ്പോഴാണ് ഇവരുടെ ഒരു സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നത്. അവരൊരു സിംഗിൾ ലൈഫിലേക്ക് പിന്നീട് പോവുകയാണ്. മെല്ലെ മെല്ലെ അത് ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന, എന്നാൽ ഒരുമിച്ചാണ് ഒരേ വീട്ടിലാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. കാരണം ഒന്നും പറയാനില്ല, ഒന്നും കേൾക്കാനുമില്ല, ഒന്നും ഷെയർ ചെയ്യാനില്ല. അവരേതായിട്ടുള്ള ലൈഫിലേക്ക് രണ്ടുപേരും മാറിപ്പോകുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭാര്യയുടേതായിട്ടുള്ള കടമകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും, ഭർത്താവിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. ജോലി വരുമ്പോൾ പൈസ ഉണ്ടാക്കുന്നു, വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ടുപേരുടെ വ്യത്യസ്ത വാല്യൂസ് ആയതുകൊണ്ട് മാത്രമാണത്, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം രണ്ടുപേരുടെ കാഴ്ചപ്പാട് വ്യത്യാസമാണ്, ഇഷ്ടങ്ങൾ വ്യത്യാസമാണ്, സ്വഭാവം വ്യത്യാസമാണ്. ഈ സ്വഭാവം വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവത്തിലൂടെ അവർ പെരുമാറുമ്പോൾ രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെടാതെ വരികയും രണ്ടുപേർക്കും പിന്നീട് ഗ്രാജുവലി അതൊരു വെറുപ്പിലേക്കും ദേഷ്യത്തിലേക്കും ഒക്കെ പോകുന്നു. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ കട്ടാവുന്നു. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവരൊന്നാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാനല്ല വേണ്ടത്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന ആളുകൾ കൃത്യമായിട്ട് വാല്യൂസ് മനസ്സിലാക്കിയിട്ട് ഒരുമിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ സ്വഭാവമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരാളിനെ ആയിരിക്കണം നമ്മുടെ പാർട്ട്ണറായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത്. അതേപോലെ തന്നെ ആ പാർട്ട്ണർക്കും എൻ്റെ സ്വഭാവമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ ഈക്വൽ മാച്ചുള്ള വാല്യൂസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ പാർട്ട്നേഴ്സായിട്ട് വരുന്നതെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനാണെങ്കിലും ഒരു ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് ജീവിക്കാനും ആ സന്തോഷമൊക്കെ ആസ്വദിക്കാനും നമുക്ക് സാധിക്കും.